ഗൈസ് നമ്മളിപ്പോ ഞാനിപ്പോ എന്റെ വീടിന്റെ മുറ്റത്താണ്. ഇതാണ് എന്റെ അനിയൻ. കാണാനില്ല, ഇങ്ങോട്ടാ. അപ്പൊ ഗൈസ് നമ്മളിപ്പോ എന്റെ മുറ്റത്താണ്. നമ്മ അങ്ങോട്ട് വരച്ചേക്കാം. അപ്പോ നമ്മൾ അവിടെ കുപ്പി എടുത്തോണ്ടിരിക്കുകയാണ് അവൻ. ഞാൻ ഇതാണിപ്പോ എന്റെ വീട്. അപ്പൊ നമ്മള് ഇങ്ങോട്ട് പോകുമ്പോ ആ ഒരു വീട് കാണില്ലേ, നമ്മള് കഴിഞ്ഞ ദിവസം എടുത്ത വീടുകളുണ്ടാവും. ആ ഒരു വീട്ടിലായിട്ട് കളിസാധനം അവർക്ക് അടക്കി പറക്കി വെച്ചേക്കാണ്. ഇടയ്ക്ക് കളിക്കാൻ നേരത്തെ ഒറ്റയ്ക്ക് അവിടെ നിന്ന് കളിക്കും. ഇങ്ങോട്ട് അവിടെ കളിക്കാറില്ല. അവിടെ ഞാൻ അപ്പൊ നമ്മളവിടെ നാളെ എടുത്തതാണ് ചേട്ടായിമാരുടെ കൂടെ. അപ്പൊ ഇവിടെ വെച്ച് ഇങ്ങനെ നമുക്ക് അങ്ങോട്ട് പോവാം. അവിടെ വെള്ളം എടുത്ത് കളിക്കാനാണെങ്കിൽ അപ്പൊ അമ്മനോട് പറയൂട്ടാ. അവൻ അവിടെ നിന്ന് വെള്ളത്തിൽ കളിക്കാനും. നമുക്ക് തിരിച്ച് അങ്ങോട്ട് തന്നെ പോവാം. ഓക്കെ, നമ്മൾ വന്ന വഴി കൂടെ തന്നെ തിരിച്ചു പോവാണ്. ഇവിടെ വെയിലാണ്. അപ്പം നമ്മളിവിടെ എത്തിയിരിക്കുന്നു. നമ്മളിപ്പോ ഇവിടെ ഒരു പൂവുണ്ട്. ഞാനിപ്പോ എനിക്കറിയാ എവിടെയാ. അതന്നെ നിക്കോ ഗൈസ്. അപ്പൊ നമ്മള് തിരിച്ചല്ല, നേരെ പിടി കിട്ടുള്ളൂ. പിന്നെ അങ്ങനെ പിടിക്കണം. പിന്നെ കൈ നടന്നുകൊണ്ട് എടുക്കരുത്, നിന്നിട്ട് എടുക്കണം. പിന്നെ മിക്കിലൊക്കെ വാരിയിട്ട് ചെയ്താണ് മിക്കിൽ മുകളിൽ താഴേക്ക് കാണിച്ചു കൊടുക്കുക. അപ്പൊ ഓട്ടോ വരുന്നുണ്ട്. ഇതെന്റെ അനിയനാണ്. ആ മിറ്റില് അവിടെ തന്നെ ഒന്ന് പറഞ്ഞിട്ടോ ഗൈസ്. അപ്പൊ നമ്മളിവിടെ കമ്മല് ഊരി വെച്ചു ഇന്നലെ. ഫ്രണ്ട്സ്, അപ്പോൾ ഇന്നലെ ഞങ്ങളുടെ ഞങ്ങളുടെ സ്കൂളിലെ ആനിവേഴ്സറി ആയിരുന്നു. ഞാൻ ഡാൻസ് കളിച്ചു, ഇവനും ഡാൻസ് കളിച്ചു. ഏതായിരുന്നു എന്നൊക്കെ പറ. ആ വീഡിയോ ഞാൻ ഇതിൻ്റെ കൂടെ ഇടാന്നൊക്കെ പറ. ഇന്നലെ ഞങ്ങള് ഡാൻസ് കളിച്ചു. ഇന്നലെ ഞങ്ങൾക്ക് സ്കൂളിൽ പ്രോഗ്രാം ഉണ്ടായിരുന്നു. അപ്പൊ അതിനായിട്ട് ഞങ്ങള് സ്കൂളിൽ ഡാൻസ് ഒക്കെ കളിക്കായിരുന്നു. ഞാനും എൻ്റെ അനിയനും ഒക്കെ ഡാൻസ് കളിച്ചു. അപ്പൊ ഞാനും എൻ്റെ അനിയനും ഡാൻസ് കളിച്ചു. ഈ വീഡിയോയുടെ കൂടെ ആ വീഡിയോ ഞാൻ ഇടാം. അപ്പം അങ്ങനെ നമുക്ക് വീഡിയോ ഇടാം. ആ പാറമ്മ കൂടെ അവനപ്പൊ റോട്ടിൽ കൂടെ ഓടിപ്പോയി. അവിടെ ഒരു പാറയുണ്ട്. അപ്പൊ ചെറുപ്പത്തിൽ ഞാൻ അവിടെ ആയിരുന്നു കളിക്കാൻ. അപ്പൊ അവൻ അവിടെ ഇരിക്കുകയാണ് കേട്ടോ. ഇതാ കാണുന്നു. പശുക്കുപ്പി കാണിച്ചേ. ഇവന് ഫയർ ഗണ്ണില്ലാത്തനും ഫയർ ഗണ്ണെന്ന് പറഞ്ഞിട്ട് ഒരു പശുക്കുപ്പിയുടെ എടുത്തിട്ട് വെള്ളം അതിന്റെ അകത്തോട്ട് അടപ്പൂരിട്ട് ഇങ്ങനെ ഫയർ ഗൺ ഇങ്ങനെ ചെയ്തോണ്ടിരിക്കുകയാണ്. കാണിച്ചടാ ക്യാമറ. നമ്മളിപ്പ തിരിച്ച് ഇങ്ങോട്ട് തന്നെ വന്നു. ആ ഒരു കാണുന്ന ഇപ്പൊ കാണിക്കാൻ പറ്റുമോ ഇല്ല, പുറകിലോട്ടാണ് കാണിക്കാൻ പറ്റുള്ളൂ. അവിടെ ഇവിടെ ആയിട്ടൊരു ആൽമരം കാണുന്നുണ്ടാവും. പക്ഷെ ആ മരം ബോളിലാണ്. അപ്പൊ അവിടെ ഉണ്ട്. അപ്പൊ എന്റെ അച്ഛൻ പോവാൻ റെഡിയായി. അച്ഛൻ പോകുന്നുണ്ട്.
അറ്റാച്ച് ചെയ്യാം. അപ്പൊ ഗൈസ് അവനങ്ങാണ്ട് പുറകുവശത്ത് വെള്ളം നിറയ്ക്കാൻ പോയി പച്ചക്കുപ്പിയില്. അപ്പൊ നമ്മളിവിടെ ഓരോരോ വണ്ടികളൊക്കെ ഈ ഭാഗത്തേക്കൂടെ ആ ഭാഗത്തൂടെ നമ്മളുടെ വീടിന്റെ സൈഡിലായിട്ട് നമ്മളുടെ റോഡ് ടീ ആയിട്ടാണ് കിടക്കുന്നത്. ടീ അപ്പൊ തിരിച്ചൊരാള് പച്ചക്കുപ്പിയില് സൈക്കിൾ കളിക്കാന്നൊക്കെ പറഞ്ഞ് ഓടിയതാണ്. പാറയമ്പ ഇവൻ പോവാണ്. അപ്പൊ നമുക്ക് നേരെ പാറയമ്പ പോയിട്ട് എല്ലാ വീടുകളിലും ചെയ്യാം നമുക്ക് ബാക്കി ഫയറൊക്കെ ഉണ്ട്. അപ്പൊ അപ്പൊ ഞങ്ങള് ഇവിടെ ആണ്. ഫസ്റ്റ് ഒന്ന് ഓഫായി പോയി ക്യാമറ. ഓട്ടോറിക്ഷ വിട്ടാ ഒരാളെ റോഡിലേക്കാണ്. ആ സൈഡില് ഇപ്പൊ കാണിച്ചു തന്ന ഒരു പാറയമില്ലേ, ആ പാറയമ നിൽക്കണം ഓട്ടോറിക്ഷ അങ്ങോട്ട് വരെ. അപ്പൊ ഇതാണ് ഞങ്ങളെ പഴയ സൈക്കിള്. പഴയ സൈക്കിള് ഇത് പുതിയ സൈക്കിളാണ്. സച്ച പോയി അപ്പൊ ഞങ്ങളിവിടെ വീഡിയോ എടുക്കണം. അപ്പൊ പാറമ പോയി അവൾക്ക് പറയുന്നില്ല. അവൻ പോയി ഇങ്ങോട്ട് വാ, ഞാൻ അവിടെ നിന്ന് വീഡിയോ എടുക്കുന്നു കേട്ടാ. ഞാൻ ഇപ്പൊ കയറി പോവും. അപ്പൊ നമ്മളിവിടെ എന്റെ വീട്ടിലൊരു പഴം ഉണ്ടായിട്ടുണ്ട്, ഞാൻ കാണിച്ചു തരാം. ഇതിന്റെ പേരെന്താണെന്നറിയോ? ഇതാണ് മണിത്തക്കാളി. ഇതിന്റെ പഴം എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. നിങ്ങളുടെ വീട്ടിൽ ഇതുണ്ടോ, നിങ്ങൾ കഴിച്ചിട്ടുണ്ടോ? ഉണ്ടെങ്കിൽ കമന്റ് ചെയ്യുന്നത്. അച്ഛൻ ഹെഡ്സെറ്റ് എടുക്കാൻ വേറെ കടയിൽ പോയി. അപ്പൊ എന്റെ വീട്ടില് അങ്ങനത്തെ ഒരു പഴമുണ്ട്. എന്റെ പേര് ചെറി പരാണ്. മണിത്തക്കാളി മണിത്തക്കാളി നല്ല സാധനം, നല്ല ടേസ്റ്റ് ഒക്കെ ഉണ്ട്. നല്ല അടിപൊളിയാണ്. നിങ്ങളുടെ വീട്ടിൽ ഇതുണ്ടെങ്കിൽ ഒന്ന് കമന്റ് അറിയിക്കണേ. അച്ഛാ നീ ഓഫാക്കണേ. ഓഫാക്കണേ എങ്ങനെയാ?